ഇന്ന് കുറച്ച് പച്ച കുരുമുളക് കിട്ടിയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് പച്ച കുരുമുളക് കിട്ടിയിട്ടുണ്ട്. ഇതെടുത്തിട്ട് ഒരു ചെറിയ ചിക്കൻ റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയാലോ. പച്ച കുരുമുളക് ഇതുപോലെ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടർത്തി എടുത്തിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. 1/2 കിലോ ചിക്കനാണ് ഇതിനായി എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി കഴുകി അല്പം വെള്ളം ചേർത്ത് അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചതിലെ പച്ച കുരുമുളക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. ചിക്കൻ ബോയിൽ ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർക്കാം. ബാക്കിയുള്ള പച്ച കുരുമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കുത്തി അരിഞ്ഞ 2 സബോള, ചെറിയ സബോള എടുത്താൽ മതിയാവും, 2 എണ്ണം, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള കുറച്ചൊന്ന് വഴന്നു വരുമ്പോഴേക്കും ചെറിയ 2 തക്കാളി കൂടി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് അങ്ങ് വറ്റിക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ലെവലിൽ ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർക്കുന്നതായിരിക്കും നല്ലത്. മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ട സമയമായി. ഞാൻ ആ ചിക്കന് വേവിച്ച് വറ്റിച്ചെടുത്തതാണ്. നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഈ ചിക്കൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്തപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതാണ്. വീണ്ടും ഈ മസാല നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ പാൻ ഇതുപോലെ ഒന്ന് ആട്ടി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ മസാല എല്ലാ ഭാഗത്തും പിടിക്കുകയും നല്ല തീയിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ആ ചിക്കൻ നല്ല റോസ്റ്റായി കിട്ടുകയും ചെയ്യും. ചിക്കൻ റോസ്റ്റ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ മസാലയിലിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ രണ്ടാമത് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ചിക്കൻ ബോയിൽ ചെയ്ത് വറ്റിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഫ്രൈ ചെയ്തത് കുറച്ചുകൂടി കട്ടിയായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പം കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പച്ച കുരുമുളക് ചേർത്ത് ഉണ്ടാക്കിയ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരല്പം ഡ്രൈ ആയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടും.
ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല രസമായിരിക്കും. നമ്മളധികം കുരുമുളക് ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് വലിയ എരിവൊന്നും ഇല്ല, മീഡിയം എരിവേ ഉള്ളൂ. ചിക്കൻ നല്ല സോഫ്റ്റും ആണ്, നന്നായിട്ട് മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക.